നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ ഒരു സിംഗിൾ ഫോൾഡ് ബ്രോഷറിൻ്റെ ബാക്കി പേജുകൾ ചെയ്യുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സിംഗിൾ പേജ് ഫോൾഡിംഗ് ബ്രോഷർ ചെയ്തിരുന്നു. അതിൻ്റെ ഒന്നാമത്തെ പേജ് മാത്രമാണ് നമ്മളതിൽ ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത ഭാഗമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് അതിൻ്റെ ഫോൾഡർ ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം. അതിൽ ഒന്നാമത്തെ പേജ് ചെയ്തിട്ടുണ്ട്, നാലാമത്തെ പേജ് നമ്മൾ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ രണ്ടും മൂന്നും പേജുകളാണ്. അതിനുവേണ്ടി ഇതിനെ നമ്മൾ ഒന്നുകൂടെ സേവ് ആസ് ചെയ്യുന്നു. പാക്കേജ് 2 ഇവിടെ പാക്കേജ് 2 എന്ന് പറഞ്ഞ് അതിനെ നമ്മൾ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലുള്ള ഫയലുകളെല്ലാം എലമെൻറ്റുകളെല്ലാം നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഇതിനകത്തുള്ള എല്ലാ എലമെൻറ്റിനെയും കളയുകയാണ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ക്യാൻവാസ് മാത്രമാണ് ഉള്ളത്. ഇതിനെ നമ്മൾ അടുത്ത പേജായിട്ട് സേവാസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്യാൻവാസ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് രണ്ടാമത്തെ പേജും ഇത് മൂന്നാമത്തെ പേജുമാണ്. ഇത് രണ്ടാമത്തെ പേജിലേക്കുള്ള പിക്ചറിനെ നമ്മൾ എടുത്തുകൊണ്ട് വരാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പിക്ചർ ഫ്രണ്ട് പേജിൽ ഒരു പിക്ചർ കൊടുത്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പടം കൂടി കൊടുക്കാനുണ്ട്. അത് തൽക്കാലം നമുക്ക് ഈ ഒരു ഹൗസ് ബോട്ടിൻ്റെ മറ്റോ പടം കൊടുക്കാം. ആ ചിത്രത്തെ നമുക്ക് രണ്ടാമത്തെ പേജിലേക്ക് ചെയ്യാവുന്നതാണ്. അതിനെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ഈ പിക്ചറിനെ ഞാൻ വലുതാക്കുകയാണ്. ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്ത് വലുതാക്കി ഇതിലേക്ക് പ്ലേസ് ചെയ്തു. അതിന് നമുക്ക് ഇത്രയും നീളം വേണ്ട. നമ്മുടെ പേജിൻ്റെ ഇത്രയും വരെ പേജിൻ്റെ സ്പേസ് ഉള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഇവിടെ നമുക്കൊന്ന് ഇറേസ് ചെയ്യാം. ഇറേസർ ടൂൾ എടുത്തിട്ട് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ഇറേസ് ചെയ്ത് കളയുമ്പോൾ അത് ആ ഭാഗമായിട്ട് അങ്ങ് ലയിച്ച് ചേർന്ന് തന്നുള്ളൂ. അതിനുശേഷം നമ്മളിവിടെ ഒരു കോളം വരച്ചുകൊണ്ട് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് ഒരു ലൈറ്റ് ബ്ലൂ കളർ, ഒരു 20% സിയാനുള്ള ഒരു ബ്ലൂ കളറിൽ നമ്മളതിലേക്ക് ഫില്ല് ചെയ്യുകയാണ്. അതിനുശേഷം അതിൻ്റെ ലെയറിന് താഴേക്ക് കൊണ്ടുവന്നു. ആ ഒരു പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏതാണ്ട് പൂർത്തിയായി. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് ആവശ്യമായ മാറ്റർ നമ്മൾ നേരത്തെ തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടൈപ്പിംഗ് മാറ്ററിനെ ഞാനൊന്ന് കോപ്പി ചെയ്തുകൊണ്ട് വരാം. അതിൻ്റെ മാറ്റർ ഇതാണ്. ഈ വരുന്ന മാറ്ററിനെ നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്നു. അതിനെ ഇങ്ങോട്ടൊന്ന് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് തന്നെ വേണം വയ്ക്കാൻ. ആദ്യമേ ചെയ്ത ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്യുകയല്ല, ഇതുപോലെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഒരു സ്ക്വയർ വരച്ചിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിൻ്റെ കളറ് നമുക്ക് നോക്കാം. കളർ നമുക്കൊരു ബ്ലാക്ക് കളർ തന്നെ കൊടുക്കാം. ബ്ലാക്ക് കളർ കൊടുത്തു. അതുപോലെ പാരഗ്രാഫിൽ വന്നിട്ട് അതിനെ ജസ്റ്റിഫിക്കേഷൻ ചെയ്തു. പിന്നെ ക്യാരക്ടറിൽ വന്നിട്ട് അതിൻ്റെ ആ ക്യാപിറ്റൽ ലെറ്റർ ആകാനുള്ള ഇത് ഓപ്ഷൻ കളഞ്ഞു. അതിൻ്റെ ഫോണ്ടും നമ്മൾക്ക് ഒന്ന് മാറ്റാം. മറ്റൊരു തിൻ ഫോണ്ടും മതിയാവുമെന്ന് തോന്നുന്നു. അതിലേക്ക് മുറിഞ്ഞു പോയിട്ടുള്ള ആ ഭാഗങ്ങളേക്ക് ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഇപ്പോൾ ആ മാറ്റർ ഏതാണ്ട് അവിടെ സെറ്റാകുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതിനെ കൂടുതൽ സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് കുറച്ചുകൂടെ താഴേക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പിടിച്ച് ഒതുക്കി കൊടുത്തുകൊണ്ട് ഇങ്ങനെയൊന്ന് വയ്ക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ടാവും. വേണമെങ്കിൽ കുറച്ച്
ലൈൻ സ്പേസിങ് കൂട്ടി കൊടുക്കുക. ഇങ്ങനെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് പേജ് പൂർത്തിയായി. ഇനി റൈറ്റ് സൈഡിലേക്ക് ആവശ്യമായ മാറ്ററുകൾ എടുത്തുകൊണ്ട് വരാം. ഈ കുമരകം എന്നുള്ളൊരു പേരാണ് ആദ്യത്തെ മാറ്റർ, മൂന്നാമത്തെ പേജിൽ. അതിന് ഞാനിവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് അത് കോപ്പി ആവില്ല. കുമരകത്തിനെ ഒന്നുകൂടെ കോപ്പി ചെയ്തുകൊണ്ട് വരാം. കോപ്പി ചെയ്തു, ഇവിടേക്ക് അത് പേസ്റ്റ് ചെയ്യാം. അതിനെ എന്നിട്ട് ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കിയേക്കാം. ഫുൾ ക്യാപിറ്റൽ ലെറ്ററും അതുപോലെ തന്നെ ബോൾഡും ആക്കാം. നമുക്ക് ഇറ്റാലിക്കല്ല, ബോൾഡ്. അതിനുശേഷം അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള മാറ്റർ ഉണ്ട്. കുമരകത്തിൻ്റെ ആ മാറ്ററിനെ കോപ്പി ചെയ്യുന്നു. അതിനെ ഡ്രാഗ് ചെയ്ത് തന്നെ ആണ് വെക്കേണ്ടത്. ഇങ്ങനെ അതിൻ്റെ ഫുൾ ക്യാപിറ്റൽ കളയുന്നു. സൈസൊക്കെ ഒരു 8 പോയിൻ്റൊക്കെ മതിയാവും. അതിൻ്റെ ലൈൻ സ്പേസിങ്ങും അതിനൊപ്പിച്ച് തന്നെ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ അതിൻ്റെ ബോൾഡ്നെസ് വേണ്ട, നോർമൽ മതിയാവും. പിന്നെ ഈ മുറിഞ്ഞു പോയ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം നമ്മൾ. അതിനുശേഷം പാരഗ്രാഫിൽ പോയി അതിനെ ജസ്റ്റിഫിക്കേഷൻ ചെയ്തു. ഇനി ഈ ഭാഗത്തിൻ്റെ ഈ പേജിൻ്റെ സെൻട്രൽ അലൈൻമെൻറ്റ് നമുക്കൊന്ന് കാണണം. അതിന് വേണ്ടി ഇങ്ങനെ ഒരു കോളം വരച്ച് ഫുള്ളി ഒരു കോളം വരയ്ക്കുന്നു. അതിനെ സെലക്റ്റിൽ പോയിട്ട് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുക്കുമ്പോൾ നടുക്കൊരു നോഡ് വരും. അതിലേക്ക് ഒരു ഗൈഡ് ലൈൻ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ സെൻറ്റർ അറിയാവുന്നതാണ്. ആ സെൻറ്റർ അങ്ങനെ വെക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ഈ മാറ്റർ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു ഗൈഡ് ലൈൻ നമുക്കിങ്ങനെ കൊടുക്കാം, അതിന് കുഴപ്പമില്ല. ഇനി ആ കുമരകത്തിന് ആവശ്യമായ ഫോട്ടോ ഞാൻ എടുത്തുകൊണ്ട് വരാൻ പോവുകയാണ്. ഇതാണ് ആ ഫോട്ടോ. ഹൗസ് ബോട്ടിൻ്റെ ഫോട്ടോ. അവിടെ നമുക്ക് സൂം ചെയ്ത് നോക്കിക്കൊണ്ട് ഒക്കെ ചെയ്യാം. കറക്റ്റ് അതിൽ ഫിക്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ കട്ട് ചെയ്യുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് സൈസായിരുന്നു. ഇനി ഈ കുമരകം എന്നുള്ള ആ മാറ്ററിനെ നമ്മളൊന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ കോപ്പി താഴേക്ക് കൊണ്ട് വെക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അടുത്ത ഹെഡിങ് ഇലവീഴ പൂഞ്ചിറ വാലി എന്നുള്ളതാണ്. അതിനെ കോപ്പി ചെയ്തെടുത്തിട്ട് ഈ കുമരകത്തിൻ്റെ മേളിലേക്ക് തന്നെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെയിം ആ ഫോൺ സൈസും എല്ലാം അതേപോലെ തന്നെ കിട്ടും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മാറ്ററിനെയും കുമരകത്തിൻ്റെ ഈ റണ്ണിങ് മാറ്ററിനെ ഞാനൊന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ കോപ്പി നമ്മൾ താഴേക്ക് വെക്കുന്നു. അതിനെ കോപ്പി ചെയ്ത് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫോൺ സൈസ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇലവീഴ പൂഞ്ചിറയുടെ ഒരു ഫോട്ടോ കൂടെ വെക്കണം. ഇതാണ് ആ ഫോട്ടോ. അത് ഞാൻ അങ്ങോട്ട് പ്ലേസ് ചെയ്യുകയാണ്. അതിൻ്റെ വലിപ്പം അല്പം കൂടി കൂട്ടേണ്ടതുണ്ട്. ഇപ്പുറം വന്ന് കണക്ട് ചെയ്ത് നിൽക്കണം. അത് ശരിയായി. ഇനി അടുത്തായിട്ട് ഈ കുമരകത്തിനെ വീണ്ടും ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇപ്പുറത്തെ വശത്തേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ താഴെയുള്ള ഈ മാറ്റർ, ആ റണ്ണിങ് മാറ്ററിനെ ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു കോപ്പി ഇപ്പുറത്തേക്ക് വെക്കുന്നു. ഇനി നമ്മൾ നോട്ട് പാഡിൽ പോയിട്ട് അടുത്ത ഹെഡിങ് ഇല്ലിക്കൽ കല്ല് എന്നുള്ള ആ ഹെഡിങ് കോപ്പി ചെയ്തെടുക്കുന്നു. അതിനെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇല്ലിക്കൽ കല്ലിൻ്റെ ഒരു റണ്ണിങ് മാറ്റർ ഉണ്ട്. അതും കൂടെ കോപ്പി ചെയ്ത് നമ്മൾ താഴേക്ക് വെച്ചിരിക്കുന്ന ആ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയിലേക്ക് പേസ്റ്റ് ചെയ്യും. അതിന് നമ്മൾ വേണമെങ്കിൽ ഇപ്പം സൂം ചെയ്തൊക്കെ നോക്കിക്കൊണ്ട് തന്നെ ചെയ്യാം.
അതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യണം. റൈറ്റിലെ ആ ഇതിലേക്ക് അലൈൻ ചെയ്ത് വെക്കുന്നതോടൊപ്പം ഇവിടെ ഒരു ഗൈഡ് ലൈൻ നമുക്ക് കൊടുക്കാം. ഒരു ഇല്ലിക്കൽ കല്ല് എന്നുള്ള ഈ എഴുത്തിനെ ഇങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം ഇല്ലിക്കൽ കല്ലിൻ്റെ പിക്ചറിനെ എടുത്തുകൊണ്ട് വരാം. ഇതാണ് ഇല്ലിക്കൽ കല്ല്. അതിനെ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. അതിൻ്റെ വലിപ്പം അല്പം കൂട്ടിക്കൊടുക്കുക. ഇനി വീണ്ടും ആ ഇല്ലിക്കൽ കല്ല് എന്നുള്ള ഹെഡിങ്ങിനെ വീണ്ടും നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, അതിനെ താഴേക്ക് കൊണ്ടുവെക്കുന്നു. അതുപോലെ തന്നെ ഇല്ലിക്കൽ കല്ലിൻ്റെ നമ്മൾ റണ്ണിങ് മാറ്ററിന് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുന്നു. അതിലേക്ക് നമുക്ക് അടുത്ത മാറ്ററിനെ പേസ്റ്റ് ചെയ്യാം. അയ്യമ്പാറ ഹില്ല് എന്നുള്ള ആ ഹെഡിങ് അതിനെ ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതുപോലെ അതിന് താഴെയുള്ള ആ മാറ്ററിനെ കോപ്പി ചെയ്യാം. അയ്യമ്പാറ ഹില്ല് എന്നുള്ള പിക്ചറും കൂടി ഞാൻ എടുത്തുകൊണ്ട് വരികയാണ്. ഇതാണ് ആ പിക്ചർ. അതിനെയും ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം. വേണമെങ്കിൽ ഈ ഭാഗം മാത്രം ഒന്ന് നമുക്കിങ്ങനെ ലിങ്ക് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നതിലും കുഴപ്പമില്ല. ഈ ഇലവീഴപ്പൂഞ്ചിറയുടെ ആ പിക്ചറിൻ്റെ ഹൈറ്റ് അല്പം ഞാൻ കട്ട് ചെയ്ത് കുറയ്ക്കുക. അവിടെ ഒരു കറക്റ്റ് സൈസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണത്. എന്നിട്ട് ഇത് ഞാൻ അല്പം താഴ്ച നമുക്ക് അതിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ്. ഇനി അടുത്ത ഒരു മാറ്ററും കൂടെ ഉണ്ട്. അത് ഒരു മാറ്ററേ ഉള്ളൂ. അതിന് വേണമെങ്കിൽ നീളത്തിൽ അങ്ങ് കൊടുക്കാവുന്നതാണ്. അതിനുവേണ്ടി ഇവിടെ ഇതിന് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുന്നു. അതിനുശേഷം അതിനെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. അരുവിക്കുഴി വാട്ടർഫോൾസ് എന്നാണ് അതിൻ്റെ പേര്. അതിനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ മാറ്ററിനെയും കോപ്പി ചെയ്തെടുക്കുകയാണ്. അവിടെ ഈ മുറിഞ്ഞു പോയിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതൊരു വേറൊരു സ്റ്റൈലിലാണ് നമ്മളതിനെ പ്ലേസ് ചെയ്യുന്നത്. ഫോട്ടോ സൈഡിൽ വരുന്നത്, ബാക്കിയുള്ളതിൻ്റെയൊക്കെ താഴെയായിരുന്നു. ഇതിൻ്റേത് മാത്രം നമ്മൾ റൈറ്റ് സൈഡിലാണ് കൊടുക്കുന്നത്. ഈ പിക്ചറാണ് അരുവിക്കുഴി വാട്ടർഫോൾസിൻ്റെ പിക്ചർ.
അതിൻ്റെ മേൽഭാഗമൊക്കെ അല്പം കട്ട് ചെയ്ത് ഞാനൊന്ന് സൈസ് ചെയ്യുകയാണ്. ഇനി നമുക്കതിനെ വേണമെങ്കിലൊന്ന് ഇവിടെ ഒരു കളർ ഫില്ല് ചെയ്യാം. ഒരു സ്ക്വയർ എടുത്തിട്ട് പുതിയൊരു ന്യൂ ലെയർ മേക്ക് ചെയ്യുന്നു. അതിലേക്ക് ഞാൻ ഈ നമ്മുടെ ഫോർഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്യുകയാണ്. ഒരു ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ കളറുണ്ട്, അതിനെ ഫില്ല് ചെയ്തു. എൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, മേളിലുള്ള പിക്ചറുകളൊക്കെ വേറൊരു അലൈൻമെൻറ്റിലാണ്. ഇത് അല്പം വ്യത്യാസമുള്ള അലൈൻമെൻ്റ് ആയതുകൊണ്ട് തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫോട്ടോയും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പേജുകൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.